നീ എന്താടി പോസ്റ്റോ വല്ലതും തേച്ചാടി? പക്ഷേ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ എന്നാ സംസാരിക്കണ്ട. വായ വെച്ചുണ്ടായി. എന്താടി ഇത്? എടി ഫേസ് പാക്ക് കൊടുക്കുമ്പോ അങ്ങനെ ഉണ്ടടി. എന്ത് കഷ്ടം. ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല ഇവിടെ. അയ്യോ എന്റെ സ്കിന്നൊക്കെ ചുളുങ്ങണ്. ആ ചുളുങ്ങണല്ല, അത് ഒട്ടിപ്പിടിക്കണത് കുറച്ച് കഴിയുമ്പോ കഴുകി കളയുമ്പോ. അതെ, ഈ എന്താ പറയാ, നിറം കൂട്ടാൻ വേണ്ടിട്ടേ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഫേഷ്യൽ ഉണ്ടോ? ആർക്ക്? നിനക്ക്? എടി നിനക്ക് എവിടെ പഠിപ്പിക്കാണ്ടി? എടി എന്ത് പറയാനാ, കൈയും കാലിലൊക്കെ ഭയങ്കര ടാനടേ. എന്നെ റിങ്ക് ചെയ്ത് അഹങ്കാരല്ലേ റിങ്ക്? ഇത്രയും വെളുത്തിരിക്കുമല്ലേ, നീ എന്തിനാ വെളുക്കുന്നേ? എടി എന്റെ കൈ ഇങ്ങനെ ആയിരുന്നു അടി, എന്റെ നിറമായിരുന്നത് മൊത്തം വെയിലടിച്ച് കറുത്തുപോയി. അന്നെ വെയിലടിക്കാൻ നീ വെയിലത്ത് എന്ത് പണിയാ എടുക്കുന്നത്? അതൊന്നും നിനക്ക് പറയാൻ മനസ്സിലാവും, നീ കൊച്ചു കുട്ടിയാണ്. അയ്യോ എന്റെ പൊന്നച്ചാ, ഫേസ് പാക്ക് ഇട്ടിരിക്കണ്. അച്ഛൻ മുഖത്ത് നല്ല ഗ്ലോയും പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിട്ട് മുഖത്തിടേണ്ട ഒരു സാധനം. ഇതിനൊക്കെ ഒത്തിരി കാശാവൂലേ മോളെ? എന്തിന്? ഞാൻ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കിയതാണ്. കാശ് അപ്പോഴേ മോളെ ഇതിട്ടാലേ പ്രായം കുറവായിട്ട് തോന്നുന്നു. പ്രായം കുറവായിട്ട് തോന്നുന്നു. ആന്റി ഏജിന്റെ ഫേസ് മാസ്ക് ആന്റെ ഫേസ് മാസ്ക് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ ചുളിവൊക്കെ മാറി കുറച്ചുകൂടെ എങ്ങാവും. അച്ഛൻ വിചാരിച്ച നടക്കൊച്ച, അച്ഛൻ പൊളിയല്ലേ. എന്നാലേ മക്കളെ, അച്ഛന്റെ മുഖത്തിന് പറ്റിയ ഇതുപോലത്തെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും ഒന്ന് തേച്ചിരു. കുറച്ച് പ്രായം കുറവായിട്ട് തോന്നണം. സീരിയസ് ആയിട്ട് പറഞ്ഞു. പിന്നെ അത് ബാങ്കിൽ എല്ലാവർക്കും പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, ഞാനൊരു പഴഞ്ചനാണെന്ന്. സുമലത ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ഞങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായം ഉണ്ട്, അച്ഛനൊരു പഴഞ്ചനാണ്. സുമലത കാണിക്കാനാണല്ലേ? അല്ല, എല്ലാവർക്കും ഉണ്ട്. രാംകുമാർ സാറ് പറയും, രവിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നു. സത്യം. അവനിപ്പോ അച്ഛന് യങ്ങാണ്. ഓ, ആ തോന്നൽ അച്ഛൻ ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ അച്ഛാ. എന്റെ ദൈവമേ, ഉണ്ടല്ലേ, വഴിയുണ്ടല്ലേ? യൂട്യൂബിനകത്തുണ്ട്, ഞാൻ ഉണ്ടാക്കിട്ട്. അതൊക്കെ അവള് പറഞ്ഞുതരും. നീ പറഞ്ഞു, എനിക്ക് ഇത് ഇട്ടൊന്നും സംസാരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ടാ? ഇത് ഇട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ നീറ്റലൊക്കെ ഉണ്ടാവും. നീറ്റലൊന്നുമില്ല. ചിലപ്പോ നമ്മള് നാരങ്ങയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടാണെങ്കിൽ ചിലപ്പോ ഇവിടെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്. പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവൂലല്ലോ. അങ്ങനെ പാണ്ടാവും. അപ്പൊ അച്ഛനും വേണം. മോളെ, അച്ഛന് ചെയ്തു തരണം. ചെയ്തു തരാന്ന്. എല്ലാവർക്കും ചെയ്യാൻ പിന്നെ എനിക്ക് ചെയ്തത് തണുപ്പ്, നല്ല തണുപ്പ്. തണുപ്പുണ്ടാവും. അച്ഛാ, ഈ ഫേസ് പാക്കേ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാ 2 മാസം കൊണ്ട് അച്ഛന്റെ 10 വയസ്സ് കുറച്ച് തോന്നിക്കും. അതെ. അപ്പോഴേ എന്നെ കണ്ട അമ്മയെക്കാളും ചെറുപ്പമായിട്ട് തോന്നൂല്ലേ? കേക്കണ്ട, പറയണ്ട കേട്ടോ. അച്ഛൻ ചെറുപ്പമാവാൻ വേണ്ടിട്ടേ ഈ ഫേസ് പാക്ക് മാത്രം ഇട്ടാ പോരാ, പിന്നെ അച്ഛന്റെ മനസ്സും കൂടെ ചെറുപ്പമാവണം. അതങ്ങനെ? ആദ്യം ഇവിടെ പറഞ്ഞ ശരിയാണ്. ആദ്യം അച്ഛന്റെ ഈ ബാങ്കിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് നല്ല മൈൻഡ് റിലാക്സ് ആക്കുന്ന രീതിയിലുള്ള നല്ല പാട്ടുകളൊക്കെ കേട്ട് ഒരു സൈഡിൽ മാറി ഇരിക്കണം കുറച്ചു നേരം. മോളെ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കും. അച്ഛൻ കേൾക്കുന്ന പാട്ട് എനിക്കറിയാം. 70s കാലഘട്ടത്തെ പാട്ടല്ലേ? നല്ല പാട്ടുകൾ. ഓ എന്റെ പൊന്നച്ഛൻ, അത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും കളവനാവുകയുള്ളൂ. പിന്നെന്ത് ചെയ്യണം? അച്ഛൻ ന്യൂജൻ പാട്ടുകൾ കേൾക്കണം. ഈ യോ പാട്ടുകളില്ലേ, അതുപോലത്തെ പാട്ടുകൾ. അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അച്ഛൻ ന്യൂജനാവണോ? അപ്പൊ അതൊക്കെ കേക്കണം. കേക്കാം. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെ കുറച്ച് വൈബുള്ള പാട്ടുകൾ എന്റെ ഫോണിലോട്ട് അയച്ചു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടോളാം. ഓക്കെ. പിന്നെ അത് മാത്രം പോരാ, ന്യൂജനാവണമെങ്കിൽ പിന്നെന്തോണം? അച്ഛന്റെ ഈ ഡ്രസ് സ്റ്റൈലും ഒക്കെ മാറ്റണം. നടപ്പ്, ഇരിപ്പ് എല്ലാം. അതെ, മൊത്തത്തിലൊന്ന് ഉടച്ചു വറക്കേണ്ടി. അതെ, എല്ലാം മാറ്റുന്നതിന്റെ കൂടെ ആ പാട്ട വണ്ടിയും കൂടി മാറ്റി കഴിഞ്ഞാ അച്ഛൻ ന്യൂജനായി. നടന്നു തന്നെ. വണ്ടി കുഴപ്പമില്ലല്ലോ. അത് പറയുമ്പോ അച്ഛന് സങ്കടം വരുമെന്ന് അറിയാം. പക്ഷെ അച്ഛൻ ന്യൂജനാവണോ, ഇതെല്ലാം ചെയ്യണം. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യാം. അവിടെ ഈ സൈഡിലിട്ടോളൂ. ചുമ്മാതല്ല, നമ്മുടെ ഓഫീസിലെ രതീഷൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നുണ്ട്. അത് വെളുവെള്ളാന്നാണ് അവനൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായി. ചുമ്മാ ഊഹിക്കും. എന്നാലും അവന് എന്നെക്കാളും ഒരു 10 വയസ്സിന് ചിലപ്പം എളുപ്പം ഉണ്ടാവും.
എന്നാലും ഒറിജിനലി എളുപ്പമുള്ളതായിരിക്കും 25 വയസ്സൊക്കെ പോലെയാണ് അവനെ കണ്ടായിരിക്കുന്നത്. മോളെ മതി മോളെ, എല്ലായിടത്തും ആയില്ലേ? ഇവിടെ നോക്കട്ടെ. എല്ലായിടത്തും ആയി. മതി എന്നാലേ ഓക്കെ. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയത്. ഒരു 20 മിനിറ്റ് മുഖത്തൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. പോ. അമ്മ എവിടെ? നമ്മുടെ കാണും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന് തുടങ്ങും. ഓക്കെ. ചേച്ചി, നമ്മുടെ അച്ഛനെ ചെറുപ്പമായി ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കണമെന്ന് ആലോചിച്ചേക്ക്. പൊളിയായിരിക്കൂലേ. നമ്മുടെ അച്ഛനെ കൊച്ചു ചെറുക്കിനെ പോലെ ഇരിക്കൂലേ കണ്ടു കഴിഞ്ഞാ. ചേച്ചി, രാമങ്ങളുണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും കുറച്ച് ടീഷർട്ടും ഷോർട്സ് ഒക്കെ കൊണ്ടുവന്നില്ലേ മാമൻ ഇടാനായിട്ട്? അന്ന് കൊണ്ടുവന്നു. അതൊക്കെ എവിടെ ഇരിക്കുന്നത്? അതൊക്കെ മേളിൽ അലമാരയിലുണ്ട്. ആണോ?